വെൽക്കം ടു നിഷാസ് വേൾഡ് ബ്ലോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ടുള്ളൊരു ദോശയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഓട്സ് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയൊരു സവാള, അതുപോലെ ഒരു കുഞ്ഞ് തക്കാളി. ഇത് രണ്ടും സവാള കട്ട് ചെയ്തതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തക്കാളി കട്ട് ചെയ്തിട്ടും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി അരിഞ്ഞതിട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ ജീരകം, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ദോശക്കല്ല് വെച്ച് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഓട്സ് ദോശക്കല്ലിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, നൈസായിട്ട് ഒഴിക്കരുത്. അപ്പോൾ ഒരു ഭാഗം ആയ ശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ഭാഗവുമായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്സ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് അറിയിക്കാം.